എന്താ? ഇപ്പൊ UPA ഗവൺമെന്റ് ഉള്ള സമയത്ത് ഒരു ഡിജിറ്റൽ സർവേ കംപ്ലീറ്റ് നടത്താൻ വേണ്ടി ഫണ്ട് വെച്ചു. ഇപ്പൊ നിങ്ങൾ കാഞ്ഞങ്ങാട് ഏതെങ്കിലും ഒരു മഹല് പറഞ്ഞാൽ, ഇപ്പൊ കാഞ്ഞങ്ങാട് ഇപ്പത്തൊരു മഹല് കാഞ്ഞങ്ങാട് അല്ലെ ഇനി മഹലിന്റെ പേര് പറയും. നിങ്ങളെ മഹലിൽ ഏതൊക്കെ വഖഫ് സ്വത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിന്നിട്ട് എനിക്ക് പറയാൻ കഴിയും. കേരളത്തിലെ ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ഒരു പള്ളിയുടെ പേര് പറയുന്ന വഖഫ് ഞാൻ പറഞ്ഞുതരാം. അതിവിടെ റെഡിയാണോ? എന്താ കാരണം? നിങ്ങൾക്ക് കഴിയും, എനിക്ക് മാത്രമല്ല. നിങ്ങൾ ആ ഇരുന്നിരുത്തിട്ട് നെറ്റ് ഓപ്പൺ ചെയ്തിട്ട് വംശി എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. വംശി WAMSI വംശി എന്നതിന് പറയാം. വഖഫ് അസറ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ. നിങ്ങൾ ഇപ്പൊ നെറ്റ് എടുത്തിട്ട് വംശി എന്നടിക്കും, ഒരു പോർട്ടൽ വരും. ആ പോർട്ടൽ ഓപ്പൺ ചെയ്താൽ സംസ്ഥാനങ്ങൾ വരും. കേരളം അടിക്കുക, കാസർഗോഡ് ഡിസ്ട്രിക്ട് അടിക്കുക, എന്നിട്ട് ഈ താലൂക്ക് ഏതാ താലൂക്ക് അടിക്കുക, നിങ്ങളെ വില്ലേജ് അടിക്കുക. എന്നിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ കാണാം കാഞ്ഞങ്ങാട്. അവിടെ നിന്ന് ഞെക്കിയാൽ കാണാം കാഞ്ഞങ്ങാട് പള്ളിന്റെ എല്ലാ വഖഫ് സ്വത്തുണ്ട്. ഇവിടെ ഉണ്ട്, റെഡി ഉണ്ട്. ഇപ്പൊ കാണുന്നേ, ഇപ്പൊ കാണാം. കഴിഞ്ഞിട്ട് നോക്കുള്ളൂ. വംശി സൈറ്റ് ഓപ്പൺ ചെയ്താൽ മതി. ആരോട് ചോദിക്കണം? വംശി എന്ന ഇംഗ്ലീഷാണ്. വഖഫ് അസറ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ, വംശി WAMSI നടിച്ചാൽ മതി. ഇപ്പൊ കിട്ടും. ഇത്ര റെഡി ആയിട്ട് ഇവിടെ പിന്നെ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം എന്താ? ഇത് ആവശ്യമില്ലല്ലോ. എന്തിനാ ഈ ഓറൽ വഖഫും മറ്റേ വഖഫും ഇല്ലാതാക്കാനാണ്. കേരളത്തിലെ പല ഭാഗത്തും അത് സംബന്ധമായ ചർച്ചകൾ നടന്നപ്പോ പ്രത്യേകിച്ച് നമ്മുടെ മലബാർ ഭാഗത്ത് വെക്കുന്ന പരിപാടിയിൽ വളരെ കുറഞ്ഞ ആളുകളുടെ സാന്നിധ്യം മാത്രമേ ഉണ്ടാവും. നേരെ മറിച്ച് തെക്കൻ ഭാഗത്തേക്ക് എന്നപ്പോൾ അതിൽ ഉദ്യോഗസ്ഥ തൽപരരായ ഒരുപാട് ആളുകൾ വളരെ താല്പര്യത്തോടു കൂടി അത്തരം ക്യാമ്പുകളിൽ പങ്കെടുത്തത് എനിക്ക് കാണാൻ കഴിയും. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു മാത്രം. ഇവിടെ നമ്മൾ ഈ വിഷയത്തെ സ്പർശിക്കുമ്പോൾ എന്താണ് വഖഫ്, അതിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണ് എന്ന് ആമുഖമായി ഒന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ അധികം സമയമെടുക്കാതെ വളരെ ചുരുക്കി പറയുകയാണ്. ഇസ്ലാമിൽ വഖഫ് എന്ന് പറയുന്നത് പരലോകത്ത് പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു ദാനമാണ്. അതിന്റെ നിർവചനം എല്ലാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും കാണുന്നത് ഹസ്ബു മാലിൻ യുംകിനുൽ ഇന്തിഫാഉ ബിഹി മഅ ബഖാഇ ഐനിഹി ബിഖത്ഇ തസറുഫി ഫീ റകബതിഹി അലാ മസ്രിഫിൻ മുബാഹിൻ വജിഹത്തിൻ എന്നാണ്. അതിന്റെ മലയാള അർത്ഥം ഒരു വസ്തു അത് ശേഷിക്കുന്നതോടുകൂടി പ്രയോജനപ്രദമായ സമ്പത്തിലുള്ള ക്രയവിക്രയാധികാരം മുറിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ ആർക്കും ക്രയവിക്രയത്തിന് അധികാരം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ അനുവദനീയ മാർഗത്തിലോ ഭാഗത്തിലോ അതിനെ തടഞ്ഞു വെക്കുക. അതിന്റെ പ്രതിഫലം നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ വേണ്ടി അത് തടഞ്ഞു വെക്കുകയും അതിന്റെ ക്രയവിക്രയാധികാരം ആർക്കും ഇല്ലാതാക്കുകയും ചെയ്യുന്ന പ്രവർത്തനം. അതാണ് ആദ്യം തന്നെ പറഞ്ഞ ഹബ്സു മാലി എന്ന ഒരു ഭൂമിയെ അല്ലെങ്കിൽ ഒരു സ്വത്തിനെ തടഞ്ഞു വെക്കുക എന്നുള്ളത്. അതിനുവേണ്ടി പിന്നെ ഒരാൾക്കും ഒരു അധികാരമില്ല. ആ രീതിയിലുള്ള ഒരു സ്വത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രതിഫലത്തിന് വേണ്ടി ഉടമ വഖഫ് ചെയ്യുന്ന പ്രക്രിയയാണ് ശരിക്കും വഖഫ് എന്ന് പറയുന്നത്. ഇതിന്റെ തെളിവായി എല്ലാ ഫിഖ്ഹിന്റെ കിതാബിലും പറഞ്ഞിട്ടുള്ളത് ഇദാ മാത്തൽ മുസ്ലിമു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ് എന്ന് പറഞ്ഞ ഹദീസാണ്. സദഖത്തുൻ ജാരിയ ഔ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു ഔ ഇൽമുൻ യൻതഫഉ ബിഹി എന്ന് പറയുന്നുണ്ടല്ലോ. ആ സദഖത്തുൻ ജാരിയ നിരന്തര പ്രതിഫലം ലഭിക്കുന്ന ധർമ്മം, അതാണ് വഖഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇതിന്റെ തെളിവായി പറയുന്നത് ഈ ഹദീസ് ആണെങ്കിൽ ഇതിന്റെ ആദ്യത്തെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ചരിത്രത്തിൽ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന് ഖൈബർ യുദ്ധത്തിൽ അല്പം ഭൂമി ലഭിച്ചു. യുദ്ധത്തിൽ യുദ്ധമുതലുകൾ വീതം വെക്കുന്ന സമയത്ത് ഓരോരുത്തരുടെ വീതമായി പലതും കിട്ടും. ഖൈബറിൽ നിന്ന് ബഹുമാനപ്പെട്ടവർക്ക് കിട്ടിയ ഭൂമി അദ്ദേഹം വഖഫ് ചെയ്തു അല്ലാഹുവിന്റെ മാർഗത്തിൽ. അത് വിൽക്കാൻ പാടില്ല, അത് മറ്റാരും കൈകാര്യം ചെയ്യാൻ പാടില്ല, അതിന്റെ പ്രതിഫലം ദീനിയായ കാര്യത്തിൽ ഉപയോഗിക്കണമെന്ന നിബന്ധനയോടുകൂടി വഖഫ് ചെയ്താണ് ലോകത്തെ ആദ്യത്തെ ഇസ്ലാമിക ഉമ്മത്തിന്റെ, അതായത് മുഹമ്മദീയ ഉമ്മത്തിന്റെ വഖഫായിട്ട് ആദ്യമായി ചരിത്രത്തിലൊക്കെ കിതാബുകളിൽ രേഖപ്പെടുത്തി കാണുന്നത്. ഈ വസ്തു ശേഷിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ശേഷിക്കാത്ത വസ്തു നമ്മൾ വഖഫ് ചെയ്യാൻ പറ്റില്ല. ഉദാഹരണമായി ഒരാള് പള്ളിയിലേക്ക് ഒരു ചന്ദനത്തിരി അല്ലെങ്കിൽ ഒരു ഊത് വഖഫ് ചെയ്തു നേരിടുക, അത് വഖഫ് ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം? അതിന്റെ ഉപകാരം ആ പുക മുകളിലേക്ക് വരുന്നതോടുകൂടി പിന്നെ കഴിഞ്ഞു. മഴ ബക്കാഴി ഐനിഹി എന്നുള്ളതില്ല, അത് സാധനം അവിടെ ശേഷിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സാധനം നമുക്ക് വഖഫ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ വസ്തു ശേഷിക്കണം, നശിച്ചു പോകാൻ പാടില്ല. ഇത് വഖഫ് ചെയ്യുമ്പോൾ നമ്മൾ വാചകം പറയണം, മനസ്സിൽ കരുതണം, വഖഫ്തു, ഞാനിത് വഖഫ് ചെയ്തു, കഥ ഇന്നത് അതിൽ സബ്ബൽത്തു, ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇതിനെ വെച്ചു എന്ന് പറയണം. അപ്പൊ നിങ്ങളൊരു സാധനം വഖഫ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു നിയ്യത്ത് നിങ്ങൾക്ക് വേണം, അല്ലാതെ പറ്റില്ല.
ഇപ്പൊ ഉദാഹരണമായി നമ്മുടെ ഏതെങ്കിലും ഒരു കെട്ടിടം നിർമ്മിച്ചു, നിങ്ങൾ ഇവിടെ കാഞ്ഞങ്ങാട്ട് ഒരു കെട്ടിടം നിർമ്മിച്ചു. ആ കെട്ടിടം നിങ്ങൾ നിസ്കരിക്കുക എന്നുള്ള ഉദ്ദേശത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി. എല്ലാവരും അതിൽ നിസ്കരിക്കാൻ തുടങ്ങി, ബാങ്ക് വിളിച്ചു. അതുകൊണ്ടൊന്നും അത് പള്ളിയാവില്ല. നിർമ്മിച്ചപ്പോ നിങ്ങളൊരു കെട്ടിടമായി നിർമ്മിച്ചു, അവിടെ നിങ്ങൾ നിസ്കരിച്ചു, ജമാഅത്ത് നടത്തി, ജുമാഅ നടത്തി, അതൊന്നും പള്ളിയാവില്ല. പള്ളിയാകണമെങ്കിൽ നിങ്ങളത് വഖഫ് ചെയ്യാം. വഖഫ് ചെയ്യാതെ പള്ളിയാവില്ല. അതുപോലെ തന്നെ നിബന്ധനകൾ വെച്ച് വഖഫ് ചെയ്യുമ്പോൾ സ്വീകാര്യമായ നിബന്ധനയുണ്ട്, അസ്വീകാര്യമായ നിബന്ധനയുണ്ട്. ചില നിബന്ധനകൾ സ്വീകരിക്കപ്പെടും ഫിഖ്ഹിൽ, ചിലത് സ്വീകരിക്കപ്പെടില്ല. ഉദാഹരണമായിട്ട് ഞാൻ ഈ ഒരു സ്വത്ത്, ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു കെട്ടിടം ഒരു കൊല്ലത്തേക്ക് ഞാൻ വഖഫ് ചെയ്തു, അതൊരു നിബന്ധനയാണ്, അത് സ്വീകരിക്കില്ല. ഒരു കൊല്ലം കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അവർ കൊല്ലത്തേക്ക് വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വഖഫില്ല, ആ നിബന്ധന സ്വീകാര്യമല്ല. നേരെ മറിച്ച് ഒരു ഭൂമി കാണിച്ചു, ഞാൻ എൻ്റെ മരണശേഷം ഇത് വഖഫ് ചെയ്യുന്നു, അത് പറ്റും. കാരണം ആ ഭൂമി അവിടെ ഉണ്ടാവുമല്ലോ, അയാൾ മരിക്കുക എന്നുള്ള നിബന്ധനയിലുള്ളൂ, ഭൂമിക്ക് മാറ്റം വരുന്നില്ലല്ലോ, ആ നിബന്ധന സ്വീകാര്യമാവും. അപ്പൊ ഉടമാവകാശം അള്ളാഹുവിലേക്ക് നീക്കുമ്പോൾ ചില നിബന്ധനകളുണ്ട്. ഈ വഖഫ് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് ഇന്ത്യയിൽ മാത്രമുള്ള നിയമമാണെന്ന BJP-ക്കാർ പ്രചരിപ്പിക്കുന്നത് തെറ്റാണ്. ലോകത്തെ എല്ലാ രാജ്യത്തുണ്ട്, മുസ്ലിം രാജ്യങ്ങളിൽ അവിടെയൊക്കെ വഖഫിന് നിയമങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. ഇവിടെ നമ്മുടെ രാജ്യത്ത് ഒരു പ്രത്യേക റിപ്പോർട്ട് വരെ കൊടുത്തു ഇതിന്റെ പേരിൽ. കള്ളത്തരം പ്രചരിപ്പിക്കുക എന്നത് ഇപ്പോൾ ഒരു എളുപ്പ വഴിയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വഖഫിൽ വന്നപ്പോൾ ഏതൊരു പത്രം എഴുതി, എനിക്ക് ഓർമ്മയുണ്ട്, കാലുംനി ആൻഡ് മിസ്കൺസെപ്ഷൻ ഈസ് ഗോയിങ് ഓൺ എന്നാണ് പറഞ്ഞത്. വളരെ വാക്കാണ്. കാലുംനി എന്ന് പറഞ്ഞാൽ തെറ്റായ പ്രചരണം, ദുഷ്പ്രചരണം. മിസ്കൺസെപ്ഷൻ, തെറ്റിദ്ധാരണകൾ, രണ്ടുണ്ട്. ചില ആളുകൾ കരുതി കൂട്ടി അറിഞ്ഞിട്ടും നുണ പ്രചരിപ്പിക്കുക, അത് കാലുംനി. ചില ആളുകൾ എന്താണെന്ന് അറിയാതെ ഒരു തെറ്റിദ്ധാരണയിലായിട്ട് ചിലത് പറയുന്നത്. ഇത് രണ്ടും തീർക്കൽ നമ്മുടെ കടമയാണ്. ഇത് രണ്ടും തീർത്ത് നിഷ്പക്ഷർക്ക് കാര്യം ബോധ്യപ്പെടുത്തുക എന്ന ദഅവത്ത് എന്നതിന് പറയാം. എന്താണ് വഖഫ്, എന്താണ് ഇവിടുത്തെ സംഭവം, എന്താണ് ഈ ബില്ല് എന്ന് പറഞ്ഞു കൊടുക്കട്ടെ, കടമ. നമ്മൾ ഈ ദഅവത്താണ് നിർവഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ കൂടുതലും ഈ വിവരണങ്ങളും പ്രതിഫലാർഹമാണ്. അള്ളാഹു നമുക്ക് പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. ഈ ഇരുത്തത്തിൽ കൂലി കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. നിങ്ങളോട് ഇരുത്താൻ ഈ സൗകര്യമൊക്കെ ചെയ്തു. കുഞ്ഞമ്മദാജി നിങ്ങൾക്ക് ഇതിന് സൗകര്യമൊക്കെ ചെയ്തെന്ന് അദ്ദേഹം കൂടിയിരിക്കുക. അദ്ദേഹം ഞാൻ സംസാരിച്ചു. അദ്ദേഹത്തിന് പ്രതിഫലം കിട്ടും. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. MSSL ഈ പ്രവർത്തനത്തിന്റെ പ്രത്യേകത ഇത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ഇതൊരു വലിയ ദൈവത്തില് ഒരു അമുസ്ലിമായ മനുഷ്യന്റെ തെറ്റിദ്ധാരണ നീങ്ങിയത് എല്ലാവരും ഈ തെറ്റിദ്ധാരണയിൽ കൊടുക്കുന്ന ആളുകളൊന്നും അല്ല. നല്ല മനുഷ്യന്മാര് കാര്യങ്ങൾ പറഞ്ഞാൽ ബോധ്യപ്പെടുന്ന ആളുകളോട് ശരിക്കും ശ്രദ്ധിക്കണം. വെറുതെ അന്തമുട്ട് നടന്നിട്ട് കാര്യമില്ല, വിഷയം പഠിക്കണം ശരിക്കും. ഇതില് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ബ്യൂറോ ഉണ്ട്, അറിയാലോ. ഗവൺമെന്റിനും അതുപോലെ തന്നെ ഔദ്യോഗിക മേഖലയിലേക്കും വിവരങ്ങൾ കൈമാറുന്ന ഒരു ബ്യൂറോ ആണ് PIB എന്ന് പറയും, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ. ഈ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയോട് ഒരു ചോദ്യം ചോദിച്ചു. എന്താ അവരോട് ചോദിച്ചത്? അവിടെ ചോദിച്ച പല ചോദ്യങ്ങൾ അവരോട് ചോദിക്കും. ഗവൺമെന്റ് ചോദിക്കും, റിപ്പോർട്ട് കൊടുക്കുന്നത് പാർലമെന്റിലൊക്കെ വരും, ഔദ്യോഗിക മേഖലയിൽ വരും, പത്രങ്ങളിൽ വന്ന വാർത്തയാണ്. അവരോട് ചോദിച്ചു, ഡു ആൾ ദ ഇസ്ലാമിക് കൺട്രീസ് ഹാവ് വഖഫ് പ്രോപ്പർട്ടീസ്? എല്ലാ ഇസ്ലാമിക രാജ്യത്തും ഇങ്ങനെ വഖഫ് പ്രോപ്പർട്ടി ഉണ്ടോ? അതുപോലെ തന്നെ എല്ലാ ഇസ്ലാമിക രാജ്യത്തും വഖഫ് ബോർഡ് ഉണ്ടോ എന്ന ചോദ്യം. അവരെന്താ മറുപടി പറഞ്ഞത്? ഒറ്റ മറുപടിയാണ്, കണ്ണടച്ച മറുപടി, കള്ളത്തരം. എന്താ പറഞ്ഞത്? നോ, നോട്ട് ഓൾ ഇസ്ലാമിക് കൺട്രീസ് ഹാവ് വഖഫ് പ്രോപ്പർട്ടീസ്. Islamic countries such Libya, Egypt, Sudan, Lebanon, Syria, Jordan, Tunisia and Iraq do not have waqf. അവിടെ ഒന്നും വഖഫ് ഇല്ല എന്നാണ് പച്ചിലെന്ന് പറഞ്ഞിരിക്കുക. വളരെ വൃത്തിയായിട്ട വാദമല്ലേ അത്? ഞാൻ വിശദീകരിക്കുന്നതിനാണ്. അവിടെ ഓരോ രാജ്യത്തെയും വഖഫ് ബോർഡ് ചെയർമാൻമാര് ഇതൊക്കെ വൃത്തിയായിട്ട് കോഴിക്കോട് യോഗത്തിൽ ഞാൻ പ്രസംഗിച്ചത്. അതിന് രേഖ അവിടെ ഉണ്ട്, ആവശ്യമെങ്കിൽ പറയാം. നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും വഖഫ് സ്വത്തിന്റെ ഓരോ രാജ്യത്ത് ഓരോ രീതിയിലാണ് മാത്രം. മുസ്ലിങ്ങൾ എവിടെയുണ്ട് അവിടെയൊക്കെ വഖഫ് ഉണ്ടാകും, വഖഫ് സ്വത്തും ഉണ്ടാവും. സംരക്ഷിക്കാൻ സ്ഥലത്ത് വഖഫ് ബോർഡായിരിക്കും, ചില സ്ഥലത്ത് സംവിധാനം വേറെ ആയിരിക്കും. അത് ഇസ്ലാമികമല്ല, സംരക്ഷിക്കാൻ ആരായാലും മതിയല്ലോ, വ്യത്യസ്ത രീതിയിലുണ്ടാവും. എന്താവട്ടെ, ഇവിടെ ഇറാഖിലൊക്കെ ദീവാനുൽ വഖഫ് സുന്നി എന്ന് പറയുന്നൊരു വഖഫ് സംവിധാനം തന്നെ ഉണ്ട്, ദീവാൻ എന്ന് അവർ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന വിഷയം ഈ വഖഫ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്യപ്പെട്ട ഈ സ്വത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ പഴയ കാലഘട്ടം മുതലേ വഖഫ് ബോർഡുകൾ, ആ വഖഫ് നിയമങ്ങളുണ്ട്. ഈ വഖഫ് നിയമവും വഖഫ് ബോർഡും സർക്കാരിനാൽ നമ്മുടെ രാജ്യത്ത് സംവിധാനിക്കപ്പെട്ടതാണ്. ഇസ്ലാമിക വഖഫ് നിയമം അനുസരിച്ചുള്ള വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് ഗവൺമെന്റിന്റെ അറിവോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ശരിക്കും വഖഫ് ബോർഡ് എന്ന് നമുക്ക് നിയമം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വഖഫ് ബോർഡിന്റെ ഇപ്പോഴത്തെ നിയമം എന്ന് പറയുന്നത് ഈ വഖഫിനെ സംരക്ഷിക്കാനാണോ സംഹരിക്കാനാണോ എന്നതാണ് നമ്മുടെ ചർച്ച.
അത് നമ്മുടെ ഏകപക്ഷീയമായ മുസ്ലിം കാഴ്ചപ്പാടോടുകൂടി, ഒരു BJP വിരുദ്ധ കാഴ്ചപ്പാടോടുകൂടി, ഒരു ഫാസിസ്റ്റ് വിരുദ്ധ കാഴ്ചപ്പാടോടുകൂടി അല്ല പറയുന്നത്. അപ്പൊ നമുക്കൊരു നയമുണ്ട് മുസ്ലിങ്ങൾക്ക്, വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു എന്നാണ്. നമ്മുടെ ഒരാളോട് വിരോധമുണ്ട് എന്ന് കരുതി അനീതി ചെയ്യാനോ അനീതി പറയാനോ പാടില്ല. വിരോധം വേറെ, നീതി വേറെ. ശത്രുവിന് പോലും നീതി കൊടുക്കണം എന്നാണ് ഇസ്ലാമിന്റെ നയം. അപ്പൊ ഈ പറയപ്പെടുന്ന നിയമം 2024 കൊണ്ടുവന്ന നിയമത്തിന്റെ ഫുൾ കോപ്പിയാണ്. ഇതിൽ ഈ നിയമവുമുണ്ട്. ആ നിയമത്തോടൊപ്പം അമെൻമെന്റ് ചെയ്യുന്ന പഴയ നിയമത്തിന്റെ കോപ്പിയുണ്ട്. പഴയ നിയമത്തിന്റെ മുഴുവനില്ല, അതിൽ അമെൻമെന്റ് ചെയ്യുന്ന ഭാഗങ്ങൾ എടുത്തുദ്ധരിച്ചത്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഒരു ചുരുങ്ങിയത് ഒരു 10-12 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ചിലത് ജനിത വാക്കിൽ സൂചിപ്പിച്ചാൽ ഇത് വെച്ചുകൊണ്ട് തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യം. ഇതില് 1954 വഖഫ് ആക്ട് ഉണ്ട് നമ്മുടെ രാജ്യത്ത്. 1995 നവംബർ 22 പാർലമെന്റിൽ പുതുക്കിയ നിയമമുണ്ട്. ആ 95 നിയമത്തിലാണ് ഇപ്പൊ പ്രകടമായ മാറ്റം വരുന്നത്. ഇവിടെ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് പോയിന്റ്, ഒരു പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് മനസ്സിലാക്കണം. വെറുതെ ഒരു തട്ടുപൊളിപ്പം പ്രസംഗം നടത്തി പോയിട്ട് കാര്യമില്ല. ഒരു പഠന ക്ലാസ് പോലെ മനസ്സിലാക്കിയാൽ മതി. കാരണം ഇത് പഠിക്കാനും മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ക്ലാസ്സിലുണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പ്രസംഗമല്ല, മറിച്ച് നമ്മളെ ഒരു കാര്യം കൈമാറുകയാണ്. ഒരു അറിവ് കൈമാറ്റ പ്രക്രിയ, സംവേദനം എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാന്നല്ല അർത്ഥം. നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്നാണ്. നിങ്ങൾക്ക് അഭിപ്രായം നിങ്ങൾക്ക് പറയാം. 1937 മുതൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അവരുടേതായ മതപരമായ ഒരു നിയമം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ നിയമത്തിന്റെ പേരാണ് ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട്. ഇത് നമ്മുടെ ഭരണഘടനാപരമായ അവകാശമാണ്. രാജ്യത്ത് 1937 മുതൽ ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർ വരെ തന്നതാണ്. ആ നിയമത്തിനാണ് ശരീഅത്ത് ആപ്ലിക്കേഷൻ എന്ന് മാറ്റുന്നത്. 10 കാര്യങ്ങൾ നമുക്കിവിടെ നമ്മുടെ മതപരമായി തന്നെ കൊണ്ടു നടക്കാനുള്ള അവകാശമുണ്ട്. അത് പിന്നെ ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ അങ്ങനെ നിലനിർത്താനുള്ള കാരണം എന്താ? നമ്മുടെ ഭരണഘടനയുടെ ബേസിക് പ്രിൻസിപ്പിളാണ്, അടിസ്ഥാന തത്വമാണ്, എല്ലാവർക്കും അവരവരുടെ മതം അനുസരിച്ച് ജീവിക്കാമെന്നത്. ഓൾ പേഴ്സൺസ് ആർ ഈക്വലി എൻറ്റൈറ്റിൽഡ് ടു ഫ്രീഡം ഓഫ് കോൺഷ്യസ് ആണ്. ഓരോരുത്തർക്കും അവനവന്റെ മതം വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. വിശ്വസിക്കാൻ മാത്രമല്ല, നിങ്ങൾക്ക് ഏത് വിശ്വാസവും തിരഞ്ഞെടുക്കാൻ, അവിശ്വാസം തിരഞ്ഞെടുക്കാനും ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുണ്ട്. ആൻഡ് ദ റൈറ്റ്, നിങ്ങൾക്ക് അവകാശമുണ്ട് ഫ്രീലി, സ്വതന്ത്രമായിട്ട് പ്രൊഫസ്, പ്രാക്ടീസ്, പ്രോപ്പഗേറ്റ് റിലീജിയൻ. നിങ്ങളുടെ മതം വിശ്വസിക്കാനും അനുഷ്ഠിക്കാനും പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഈ സ്വാതന്ത്ര്യം നിലനിൽക്കണമെങ്കിൽ മതം അനുഷ്ഠിക്കണ്ടേ, മതത്തിൽ വിശ്വസിക്കും വേണ്ടേ? അത് വിശ്വസിക്കണമെങ്കിൽ മതത്തിനെതിരായി കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നമ്മുടെ വാപ്പാന്റെ സ്വത്ത് ഓഹരി വെക്കുമ്പോൾ സാധാരണ ഓഹരി ചെയ്യുമ്പോൾ ചെയ്താൽ പറയാം. ഇസ്ലാം ഖുർആനിലൊരു നിയമം പറയുന്നുണ്ട്. എങ്ങനെയാണ് വാപ്പയുടെ സ്വത്ത് ഓഹരി വെക്കേണ്ടത്, എങ്ങനെയാണ് സഹോദരി കൊടുക്കേണ്ടത്, എങ്ങനെ ഉമ്മ കൊടുക്കേണ്ടത്, ഈ രീതിയിൽ ഓരോരുത്തർക്കും കൊടുക്കേണ്ടതിന്റെ കൃത്യമായൊരു കണക്ക് ഇസ്ലാം വിവക്ഷിച്ചിട്ടുണ്ട്. അതിനാണ് ഫറായിദ് എന്ന് പറയും. അതുപോലെ തന്നെ പെൺകുട്ടിക്ക്, അതുപോലെ തന്നെ വിധവക്ക്, ഇങ്ങനെയുള്ള ഓരോരുത്തരുടെ നിയമങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു 10 കാര്യങ്ങൾ. അത് ഏതൊക്കെയാ? ഒന്ന്, ഇന്റർസ്റ്റേറ്റ് സക്സഷൻ എന്നതിന് പറയാം. 10 കാര്യങ്ങൾ. ഒന്ന്, ഇന്റർസ്റ്റേറ്റ് സക്സഷൻ എന്ന് പറഞ്ഞാൽ അനന്തര സ്വത്ത്. അനന്തര സ്വത്ത് ഓഹരി വെക്കുന്നത് മുസ്ലിങ്ങളുടെ പ്രത്യേക രീതിയാണ്. ഒരു സ്വത്ത് ഓഹരി വെക്കുന്ന തർക്കം എന്ന കോടതിയിൽ ചെന്നാൽ ഈ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇസ്ലാം എങ്ങനെയാണോ വിവക്ഷിക്കുന്നത് അതനുസരിച്ചാണ് അവന്റെ സ്വത്ത് വീതം വെക്കേണ്ടത്. ഇനി ഒരാൾ പോയിട്ട് പറയണം എനിക്ക് അങ്ങനെ വേണ്ടെന്നാണ്, വേണ്ട, ആരെയും അടിച്ചേൽപ്പിക്കുന്നൊന്നുമില്ല. ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ പോയിട്ട് പറയാം എന്റെ വീട്ടിലെ സ്വത്ത് ഇങ്ങനെ ഓഹരി വെച്ച, ബാക്കിയുള്ളവർ ഒബ്ജക്ട് ചെയ്യാതിരുന്നവൻ. രണ്ടാമത്തത് സ്പെഷ്യൽ പ്രോപ്പർട്ടി ഓഫ് ഫീമെയിൽ, പെൺകുട്ടികളുടെ പ്രത്യേക സ്വത്തവകാശം. പെൺകുട്ടികൾക്ക് ഇസ്ലാം ഒരു പ്രത്യേക സ്വത്തവകാശം. എന്റെ ന്യായവും കാരണമൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാൻ വേണമെങ്കിൽ ആർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയും. മൂന്നാമത്തേത് മാരേജ്, നമ്മുടെ വിവാഹം. നമ്മുടെ വിവാഹം മഹർ മാനദണ്ഡമാക്കി നിശ്ചിത വചനങ്ങളിലൂടെ വലിയ വരന് പെണ്ണിനെ ഏൽപ്പിച്ചു കൊടുക്കലാണ്. എന്നാൽ പല മതത്തിലും അങ്ങനെയല്ല. അപ്പൊ ഒരു വിവാഹം നടന്നിട്ടുണ്ടോ ഇല്ലയെന്ന് തീരുമാനിക്കേണ്ടത് ആരാ? അതിന് കാർമ്മികത്വം വഹിച്ച ആളെ എഴുത്തു കൊടുക്കുമ്പോഴാണ്. അതാണ് മാരേജിൽ അങ്ങനെയാണ്. പള്ളിയിൽ നിന്ന് എഴുത്തു കൊടുത്താൽ കോടതി സ്വീകരിക്കണം. രണ്ടാമത്തെ, അതുപോലെ തന്നെ നാലാമത്തെ ഡിസൊല്യൂഷൻ ഓഫ് മാരേജ്, വിവാഹ മോചനം. അതിലും കുറെ കൈകടത്തൽ പിന്നെ ഉണ്ടായി, അവരുടെ കാര്യം. മറ്റൊന്ന് മെയിൻ്റനൻസ്, സംരക്ഷണം. ഇപ്പൊ മരുമക്കത്തായുണ്ട്, അമ്മാവന് സംരക്ഷിക്കുക. അവർ ഇസ്ലാമിലൊരു നിയമമുണ്ട്, അതാണ് ആ മെയിൻ്റനൻസ്. പിന്നെ ഡോവർ,
സ്ത്രീധനം. അതുപോലെ ഗാർഡിയൻഷിപ്പ്. ഗാർഡിയൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനെ ആരാണോ അതിന്റെ ഗാർഡിയൻ എന്നുള്ളത് സംരക്ഷിക്കുന്ന അതിന്റെ നിയമം, നഷ്ടപരിഹാരം പോലുള്ള കാര്യങ്ങളൊക്കെ മെയിൻ്റനൻസിൽ വരും. അതുപോലെ തന്നെ ഗിഫ്റ്റ്, വഖഫ്, ട്രസ്റ്റ് 10 ഈ 10 കാര്യങ്ങളിൽ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഒരു സിവിൽ കോടതിയിൽ ചെന്നാൽ ആ കോടതിയിൽ വെച്ച് കേസ് വാദിക്കുമ്പോൾ, ഇനി കല്യാണത്തിലൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ക്രിമിനൽ കോടതിയിൽ ചെന്നാൽ പോലും നമ്മുടെ സിവിലായിട്ടുള്ള വിഷയത്തിൽ നമുക്ക് ഈ ഇസ്ലാം എന്താ പറയുക, ഒരു പെണ്ണിന് വിവാഹ മോചനം നടത്തേണ്ടതും വിവാഹം ചെയ്യേണ്ടത് എങ്ങനെ ഇസ്ലാം പറഞ്ഞ രീതിയിലാണ് കോടതിയിൽ കേസ് അവതാരം വിധി പറയേണ്ടത്. അങ്ങനെയാണ്, വേറെ നിയമവ്യവസ്ഥ നോക്കി പറയാൻ പാടില്ല. നേരെ മറിച്ച് ക്രിമിനൽ പ്രശ്നത്തിൽ ഇത് പറ്റൂല. അതെന്താ കാരണം? അത് മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നതാണ്. ഇത് ആരുമായിട്ട് ബന്ധപ്പെടുന്നില്ലല്ലോ. എന്റെ പിതാവിന്റെ സ്വത്ത് ഓഹരി വെക്കുമ്പോ എന്റെ പിതാവിന്റെ മക്കൾക്കല്ലേ അത് ബാധകമാവുന്നുള്ളൂ. എന്റെ അയൽപക്കത്ത് താമസിക്കുന്ന മുസ്ലിമിന് ബാധകമല്ലല്ലോ. അതുകൊണ്ട് അവനിതിൽ ഇടപെട്ട കാര്യമില്ല. എന്റെ മകൾക്ക് സ്വത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വിധവക്ക് സ്വത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വഖഫ് ചെയ്യുന്നത്, ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുന്നത്, ഇതൊന്നും മറ്റൊരാൾക്ക് ബാധിക്കുന്നില്ല. നേരെ മറിച്ച് അടിപിടി ഉണ്ടായി, കേസായി, കൊലപാതകമായി, അത് ക്രിമിനലാ. അവിടെ നമ്മൾ ഇസ്ലാമിന്റെ നിയമോട് നടപ്പാക്കാൻ പറ്റില്ല. കാരണം അത് മറ്റുള്ളവരെ ബാധിക്കും. എന്റെ അയൽവശത്തുള്ള ഒരു മുസ്ലിം എന്റെ വീട്ടിൽ നിന്ന് വല്ലതും കട്ടും, അവന്റെ കൈ മുറിക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്താ കാരണം? അവനെ നിയമം അംഗീകരിക്കുന്നില്ല. അപ്പൊ ഇതിന്റെ ലോജിക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഞാനിത് പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ, നമ്മുടെ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വഖഫ് ഈസ് എ പേഴ്സണൽ ലോ സബ്ജക്ട്. അതാണ് വിഷയം. വഖഫ് ഈസ് എ പേഴ്സണൽ ലോ സബ്ജക്ട്. അത് നമ്മുടെ വ്യക്തി നിയമത്തിന്റെ ഭാഗമാണ്. അത് റെക്കഗ്നൈസ്ഡ് ബൈ മുസ്ലിം പേഴ്സണൽ ലോ ശരീഅത്ത്. 1937 ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് നമ്പർ 26 എന്ന് പറയുന്ന ആ നിയമപ്രകാരം സംരക്ഷിതമായ മുസ്ലിങ്ങളുടെ അതുമല്ലാരും തൊട്ട് കളിക്കാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെന്തിനാ നിയമം പോയി തൊട്ടത്? അപ്പൊ ആദ്യമേ ഇവർ ചെയ്തത് തെറ്റാണ്. മുസ്ലിം പേഴ്സണൽ ലോയുടെ ഭാഗമായ ഒരു വിഷയം, മുസ്ലിങ്ങൾക്ക് സ്വന്തമായി ആവശ്യമുള്ള ഒരു വിഷയം മുസ്ലിം സമുദായം ആവശ്യപ്പെടാതെ ഇവരെന്തിനാ തിരുത്താൻ പോയത്? മുസ്ലിം സമുദായം ആവശ്യപ്പെട്ടില്ലല്ലോ. മുസ്ലിം സമുദായത്തിന് നിലവിലുള്ള വഖഫ് നിയമം കൊണ്ടൊരു പ്രശ്നം വന്നിട്ടില്ലല്ലോ. പിന്നെ ഇവർ പറയുന്നത്, ഇതിന്റെ മാറ്റത്തിനൊരു കാരണമായി പറയുന്നത്, ഈ നിയമം ഇവിടെ നിലനിൽക്കുമ്പോൾ ഏത് സ്വത്തും വഖഫാക്കാനുള്ള ഒരു അധികാരം ഈ നിയമത്തിലുണ്ട് എന്ന്. അതെവിടെയെന്ന് കാണിച്ചാൽ, കാരണം ഇസ്ലാമിക നിയമപ്രകാരം ഒരാൾക്കൊരു ഭൂമിയോ അല്ലെങ്കിൽ കെട്ടിടമോ തത്തുല്യമായ വല്ല നിലനിൽക്കുന്ന വസ്തുക്കളുമോ വഖഫ് ചെയ്യണമെങ്കിൽ ആ സാധനം അയാളുടെ പരമാധികാരത്തിൽ ഉണ്ടായിരിക്കണം. എനിക്കൊരാൾക്ക് വിൽക്കാൻ പറ്റിയ ഭൂമി ഉണ്ടോ, അത് എനിക്ക് വഖഫ് ചെയ്യാൻ പറ്റും. എനിക്ക് കൈകാര്യാധികാരമില്ലാത്ത ഭൂമി എനിക്ക് വഖഫ് ചെയ്യാൻ പറ്റൂല. പിന്നെ ഇങ്ങനെ ആരാൻ്റെത് പിടിച്ചടക്കൽ? മുനമ്മ പ്രശ്നം വന്നപ്പോൾ അവിടെ ഒരു പിതാവ് പ്രസംഗിച്ചു, ഞാൻ കേട്ടു. അറബിക്കടൽ വരെ വഖഫ് ചെയ്യാൻ അധികാരമുള്ള ഒരു നിയമമാണ് ഇപ്പോ നിലനിൽക്കുന്നത്. അത് മാറ്റണം. ഒന്നാമത് തനി വിദ്വേഷ പ്രസംഗമാണ്, രണ്ടാമത്തെ തനി വിഡ്ഢിത്ത പ്രസംഗം. എനിക്ക് അവകാശമില്ലാത്ത ഒന്നും എനിക്ക് വഖഫ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ നിയമം ഇല്ല. 1. 2, നമുക്ക് അവകാശമില്ലാത്തൊരു ഭൂമി നമ്മൾ പിടിച്ചടക്കിയിട്ട് നമ്മളവിടെ നിസ്കരിച്ചാൽ അതിന് കുറ്റം കിട്ടുമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. മൻ അഖദ ശിബ്റൻ മിനൽ അർദ്, ഒരു ചാൻ ഭൂമി ഒരാൾ പിടിച്ചെടുത്തു, അതിന്റെ 7 ഇരട്ടി ഭൂമി പരലോകത്ത് അവൻ തലയിലേറ്റ് നടക്കേണ്ടി വരും എന്ന് പഠിപ്പിച്ച അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഒരിക്കലും പറ്റൂല. അങ്ങനെ കയ്യേറ്റ വിഷയം നിയമം പോട്ടെ, ഇസ്ലാമിൽ തന്നെ പറ്റൂല. പിന്നല്ലേ ഒരിക്കലും കയ്യേറാൻ പാടില്ല. അത് വഖഫാവില്ല. പിന്നെന്തിനത് വഖഫ് ചെയ്യുന്ന ആരാന്റെ പിടിച്ചടക്കിയിട്ട്? തെളിവില്ലാത്തൊരു സ്ഥലം ഒരിക്കലും വഖഫ് ചെയ്യാൻ പറ്റൂല. അത് വളരെ കൃത്യമായി ഇസ്ലാം വിമർശിച്ചിട്ടുണ്ട്. ആരും അതിൽ തർക്കിക്കേണ്ട കാര്യമില്ല. ബാക്കി ദുഷ്പ്രചരണമാണ്. അങ്ങനെ എവിടെയെങ്കിലും അന്യാധീനമായ ഒരു സ്ഥലം പിടിച്ചടക്കി വഖഫ് ചെയ്ത് ഒരു ചരിത്രം പറയട്ടെ, വിട്ടുകൊടുക്കാവുന്നേ ഉള്ളൂ. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. പുറത്തുമല്ല വേണ്ട, ചാടുക്കാനായിട്ട് വന്ന ആൾക്കാരുണ്ടോ? അവർക്ക് ചാൻ കൊടുത്തില്ല. ഇത് പഠിക്കാൻ വന്ന ആൾക്കാർ മാത്രം മതി. ഇവിടെ ഒന്ന് വളരെ പ്രധാനമായി ഇതിന്റെ ഓരോ കാര്യങ്ങൾ ഞാൻ 1 by 1 ആയിട്ടാണ് പറയുന്നത്. ഇതുവരെ പറഞ്ഞതിൽ നിന്ന് മാറി നമ്പർ ഇട്ട് പറയാം. 1, ഈ നിയമത്തെ നമ്മൾ എതിർക്കാനുള്ള ഒന്നാമത്തെ കാരണം, ഒന്നാമത്തെ എന്നല്ല ഒരു കാരണം, ഓരോരുത്തരും വ്യാഖ്യാനിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കിയ രീതിയിലാണ് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, അത് 1960 കേരളത്തിൽ വഖഫ് ബോർഡ് വന്നത്. ഇന്ത്യയിൽ വഖഫ് ബോർഡ് വന്നത് ഏത് രീതിയിലാണ്? ഇതിന്റെ മാനദണ്ഡ അടിസ്ഥാനത്തിൽ സെൻട്രൽ വഖഫ് ബോർഡും സംസ്ഥാന വഖഫ് ബോർഡുകളാണ്. ഈ വഖഫ് ബോർഡിലെ ഘടന മാറ്റം എന്നുള്ളതാണ് BJPന്റെ ആവശ്യം. ഘടന മാറ്റാൻ ഏതാണ്ട് ഇവിടെ സൂചിപ്പിച്ചു നേരത്തെ. ഘടന മാറ്റാൻ എന്താ ഘടന മാറ്റാൻ കാരണം? ഇപ്പോൾ വഖഫ് ബോർഡ് രൂപപ്പെടുത്തുമ്പോൾ അതിലൊരു MP ഉണ്ടാവും, 2 MLA മാരുണ്ടാവും, ബാർ കൗൺസിൽ ഒരാളുണ്ടാവും,
അത് കഴിഞ്ഞാൽ പിന്നെ മുത്തവല്ലിമാരുടെ ഗണത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് വന്ന 2 ആൾക്കാരുണ്ടാവും. 1 ലക്ഷത്തിലധികം രൂപ വരുമാനമുള്ള, 1 ലക്ഷം വരെ ലക്ഷം രൂപ വരുമാനമുള്ള, അതിന്റെ നിബന്ധനകൾ പാലിക്കുന്ന, ഗവൺമെന്റിന് അഥവാ വഖഫ് ബോർഡ് വിഹിതം അടക്കുന്ന മുത്തവല്ലിമാർക്ക് കൃത്യമായി വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അത്തരം മുത്തവല്ലിമാരുടെ കൂട്ടത്തിൽ നിന്ന് വോട്ട് നേടി ഭൂരിപക്ഷത്തിൽ വന്ന 2 മെമ്പർമാരുണ്ടാവും. ഇവര് മുഴുവൻ ഇലക്ഷൻ വഴിയാണ് വരുന്നത്. ഇപ്പൊ ഇനി ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഈ ഇലക്ഷൻ ഒക്കെ മാറ്റിവെച്ചു. ഒക്കെ നോമിനേഷൻ ആക്കുന്നതിന്റെ കാരണം എന്താണ്? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഇപ്പോൾ കൂടുതലുണ്ട്. ഭരിക്കുന്ന സംസ്ഥാനമുണ്ട്, അവർ അലയൻസ് ആയിട്ട് ഭരിക്കുന്നതുകൊണ്ട് അവർക്ക് സ്വാധീനമുള്ള സ്ഥലമുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ BJPക്ക് മുസ്ലിം MLA-മാരും MP-മാരും ഇല്ല. അപ്പോൾ പിന്നെ അവർക്ക് പ്രതിപക്ഷത്ത് ആളെടുക്കേണ്ടി വരും, കോൺഗ്രസ് മറ്റെടുക്കേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? ആദ്യം ചെയ്ത പണി എന്താ? ഇവരാരും മുസ്ലിം ആയിക്കോണമെന്നില്ല എന്ന് നിയമം കൊണ്ടുവന്നു. ഇതിലേക്ക് തെരഞ്ഞെടുക്കുന്ന MP-മാര് മുസ്ലിം ആകണമെന്നില്ല, 2 MLA-മാര് മുസ്ലിം ആകണമെന്നില്ല, ബാർ കൗൺസിലിൽ വരുന്ന മെമ്പർ മുസ്ലിം ആവണമെന്നില്ല. മുത്തവല്ലിമാര് പിന്നെ മുസ്ലിങ്ങൾ ഉണ്ടാവുള്ളൂ, 2 മുത്തവല്ലികൾ ഉണ്ടാവുള്ളൂ, ബാക്കി കൂടുതൽ അവരാവുമല്ലോ. 2 MLA, 1 MP, 1 ബാർ കൗൺസിൽ, 4 ആയില്ലേ? മറ്റൊരു 2 ആളല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെയുള്ള ആൾക്കാരാരാ? പിന്നെയുള്ളത് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു പണ്ഡിതനാണ്, പിന്നെ ഗവൺമെന്റ് സെക്രട്ടറിയാണ്. അതൊക്കെ ഗവൺമെന്റില്ല. പിന്നെ 2 ജനറലാണ്, അതൊക്കെ ഗവൺമെന്റ് ആയില്ല. അവർ നേരത്തെ നോമിനേഷനാണ്, ഇപ്പോഴും ആദ്യ നോമിനേഷനാണ്. അപ്പൊ ചുരുക്കത്തില് അവർക്ക് ഭൂരിപക്ഷമില്ലാത്ത സ്ഥലത്ത് പോലും വഖഫ് ബോർഡ് അവരെ കയ്യിലൊതുക്കുക എന്നുള്ളതാണ്. ഇവര് മുസ്ലിങ്ങളാകേണ്ടതില്ല, അതോടൊപ്പം തന്നെ അവരെ നോമിനേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. ഇതുവരെ MP-മാര്, മുസ്ലിം MP-മാര് വോട്ട് ചെയ്തിട്ടാണ് ആള് വരിക. ദേവസ്വം ബോർഡ് എങ്ങനെ ഉണ്ടാവണേ? ദേവസ്വം ബോർഡിലേക്ക് ഇതുപോലല്ലേ? ഹിന്ദു MLA-മാര് വോട്ട് ചെയ്തിട്ടല്ലേ ദേവസ്വം ബോർഡിലേക്ക് ഒരു മെമ്പർ വരുന്നത്? ഹിന്ദു മന്ത്രിമാർ വോട്ട് ചെയ്തിട്ടല്ലേ ദേവസ്വം ബോർഡിലേക്ക് ഒരാൾ വരുന്നത്? അവിടെ നിലനിൽക്കുന്ന നിയമമാണോ? ഹിന്ദു മന്ത്രിമാർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഒരാളെ കൊണ്ടുവരാം. ഹിന്ദു MLA-മാർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ദേവസ്വം ബോർഡിലേക്ക് ഒരാളെ കൊണ്ടുവരാം. അതന്നെ മുസ്ലിങ്ങൾക്ക് മുസ്ലിം MP-മാരും മുസ്ലിം MLA-മാരും വോട്ട് ചെയ്തിട്ട് 2 ആൾ വരും. അത് പറ്റില്ല, നോമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യം. ആ നിയമവും ഈ നിയമവും തമ്മിൽ 2 വ്യത്യാസം എന്താ? അപ്പൊ ഇതിന്റെ ഉദ്ദേശം BJPക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ BJP ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്ത് അവരുടെ ഒരു വഖഫ് ബോർഡ് ഉണ്ടാവാൻ ഘടന മാറ്റുക ഒന്നാമത്തെ ഉദ്ദേശം. ദേവസ്വം ബോർഡ് പഠിക്കും, ഞാൻ പഠിച്ചിട്ടാ പറയുന്നത്, സംശയം ചോദിക്കും നിങ്ങൾ. അപ്പൊ ഒന്നാമത്തെ വിഷയം അതാണ്. മുഴുവൻ നോമിനേഷൻ 1, മുസ്ലിങ്ങളാകണമെന്നില്ല 2. ഇനി അതിന്റെ ഒക്കെ പുറമെ വേറൊന്നും കൂടി, തെരഞ്ഞെടുക്കപ്പെടുന്ന ആ മൊത്തം മെമ്പർമാരിൽ 2 ആള് അമുസ്ലിങ്ങളാവണം. അതെന്തിനാ? 2 മുത്തവല്ലിമാർ എന്തായാലും മുസ്ലിം വരുമല്ലോ, ആ സ്ഥാനത്ത് 2 മുസ്ലിങ്ങളാവണം പുതിയ നിബന്ധന വെക്കുകയാണ്. അങ്ങനെ നിബന്ധന വെച്ച് പുതിയൊരു ബോർഡ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ പൂർണ്ണാധികാരം ഭരിക്കുന്ന ഗവൺമെന്റ്. ബോർഡിന്റെ അധികാരം ഗവൺമെന്റ് കയ്യിലെടുക്കുക എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. പിന്നെ ഇതിൽ നിയമിക്കപ്പെടുന്ന ഒരു CEO ആണ് ഇതിന്റെ ദൈനംദിന കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ട ആള്. ആ CEO മുസ്ലിം ആകണം എന്നാണ് പഴയ നിയമം. ഇതിലുണ്ട് പഴയ നിയമം. ഇന്ന് ആ നിയമം മാറ്റി എഴുതുകയാണ് ഈ പുതിയ ബില്ലിൽ. CEO മുസ്ലിം ആകണമെന്നില്ല. ഒരു ഓഫീസിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ആളാണ് CEO. ചെയർമാൻ മാറിയാൽ പോലും ചിലപ്പോൾ ഈ CEO തുടരും അയാളുടെ കാലാവധി വരെ. അപ്പൊ ഈ CEO എന്ന് പറയുന്ന ആൾക്ക് വലിയ റോളുണ്ട് ഇതിൽ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അയാളാണ് ഓഫീസ് നിയന്ത്രിക്കേണ്ടത്, നോട്ടീസ് കൊടുക്കേണ്ടത്, കോടതി വ്യവഹാരങ്ങൾക്ക് വേണ്ട പദ്ധതി തയ്യാറാക്കേണ്ടത്, വഖഫ് ബോർഡ് മിനിറ്റ്സ്, എല്ലാ കാര്യങ്ങളും ഇയാളാ ചെയ്യേണ്ടത്. അത് മുസ്ലിം ആകണമെന്നില്ല, അങ്ങനെ തന്നെ പറയുന്നത്. അവർ CEO-യെ പോലും മുസ്ലിം അല്ലാതാക്കുന്നത് എന്തിനാണ് എന്ന് ആർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ദേവസ്വം ബോർഡ് CEO ഒരിക്കലും മുസ്ലിം അല്ലാതെ വരില്ലല്ലോ. ഇനി അതിനേക്കാൾ പ്രധാനമാണ് ഒരു പോയിന്റ്. അത് ഈ പോയിന്റ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. കൂടുതൽ പരത്തി പറയേണ്ട, കുറച്ച് വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകളുടെ മുമ്പിൽ ഇരിക്കുന്നത് പൊതുപ്രസംഗം അല്ലത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഒരു അമുസ്ലിമായ മനുഷ്യന് വഖഫ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. മുസ്ലിം ആയാൽ തന്നെ 5 വർഷമാകണം അയാൾ ഇസ്ലാമിൽ എന്നാണ് പറയുന്നത്. ഇതിനെ കുറിച്ച് നിയമജ്ഞർ എഴുതിയ നോട്ട് എന്താണെന്നറിയാം? ABC കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞത്, it is violative of civil right as well as the constitutional right. അത് നമ്മുടെ രാജ്യത്തെ സിവിൽ റൈറ്റിനും കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിനും എതിരാണ്. രാജ്യത്തിന്റെ ഒരു പൗരന്റെ വ്യക്തിപരമായ അവകാശത്തെയും ഒരു പൗരന്റെ പൗരാവകാശത്തെ തന്നെ നിഷേധിക്കുന്നതാണ്. കാരണം എന്താ? എന്റെ കാരണം പറയുന്നുണ്ട്, ഈ 2 റൈറ്റും ഗ്യാരണ്ടീഡ് ടു എ പേഴ്സൺ, ഒരു വ്യക്തിക്ക് ഗ്യാരണ്ടി ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ. നമ്മുടെ നിയമത്തിൽ എന്താണ് ഗ്യാരണ്ടി? ഹു ഹാഡ് അറ്റൈൻഡ് ദ ഏജ് ഓഫ് മെച്യൂരിറ്റി. ഒരാൾ മെച്യൂർ ആയി കഴിഞ്ഞാൽ, മൈനർ അല്ലെങ്കിൽ
മൈനർ ആകുമ്പോൾ വ്യത്യാസമാണ്. മെച്ചുവർ ആയ ഒരു മനുഷ്യൻ, പ്രായപൂർത്തിയായ മനുഷ്യൻ, ടു ഹോൾഡ് ആൻഡ് ഡിസ്പോസ് ദ പ്രോപ്പർട്ടി, ടു ഹോൾഡ് ആൻഡ് ഡിസ്പോസ്, അയാൾക്കുള്ള സ്വത്ത് നിലനിർത്താനും കൊടുക്കാനുമുള്ള അധികാരമുണ്ട്. ആസ് പെർ ഹിസ് വിൽ, അവന്റെ താല്പര്യപ്രകാരം. അപ്പൊ ഞാനൊരു ഇന്ത്യയിലെ പൗരനാണെങ്കിൽ എന്റെ സ്വത്ത് എനിക്ക് അവിടെ ആ സ്വത്ത് അങ്ങനെ വെച്ചോണ്ടിരിക്കാൻ, ഇപ്പൊ ഇത് കെട്ടിടം, ഇത് കുഞ്ഞോമാതിന്റെ കെട്ടിടമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇവിടെ വെച്ചോണ്ടിരിക്കാനും ആർക്കെങ്കിലും കൊടുക്കാനുള്ള അധികാരം ചോദ്യം ചെയ്യാൻ പറ്റൂല. രാജ്യദ്രോഹ പ്രവർത്തനത്തിനോ അന്യായത്തിനോ കൊടുക്കരുതെന്ന് അയാൾക്കത് വിൽക്കാതിരിക്കാനും വിൽക്കാനുള്ള അധികാരമുണ്ട്. അപ്പൊ അദ്ദേഹം അത് ഒരു ഹിന്ദുവിന് കൊടുത്ത ഒരു മുസ്ലിമിന് കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റും? അയാൾ സിവിൽ റൈറ്റ് അല്ലേ അത്? കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അല്ലേ അത്? ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഒരു ഹിന്ദുവിനോട് അയാൾക്ക് വേണമെങ്കിൽ കൊടുത്തൂടെ? മുസ്ലിമിന് എന്താ പള്ളി കൊടുത്തത്? മതേതര രാജ്യമല്ലേ? ഒരു മതേതര രാജ്യത്തിന് അമുസ്ലിമിന് പള്ളി കൊടുക്കാൻ പാടില്ല എന്നെങ്ങനെ പറയാം? ഈ നിയമത്തിൽ പറഞ്ഞു അങ്ങനെ കൊടുക്കാൻ പാടില്ല. മാത്രമല്ല മുസ്ലിം ആകണമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിന്റെ പേജ് 2 പറയുന്ന നോക്കൂ നിങ്ങൾ. എനി പേഴ്സൺ പ്രാക്ടീസിങ് ഇസ്ലാം ഫോർ അറ്റ്ലീസ്റ്റ് 5 years, 5 വർഷം ഇസ്ലാം മതം വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ പാടുള്ളൂ. നേരത്തെ